ഇത് ഗംഗയുടെ കല്യാണ സാരിയാ. പാർവതിയോട് ഇത് കൊടുക്കാൻ പറ. നീ തന്നെയാണ് കൊടുക്കേണ്ടത്. ഞാനെങ്ങനെയാ കൊണ്ടു കൊടുക്കടാ. ആ. ചെല്ല്. പാർവതി, എന്തൊക്കെ സംഭവിച്ചു പോയി. ഞാനും നിന്നെ മനസ്സിലാക്കാതെ എന്തൊക്കെ പറഞ്ഞു. ഒന്നും മനസ്സിൽ വെക്കണ്ട. അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. ആർക്ക് ആരാണെന്ന കാര്യം ദൈവം നിശ്ചയിക്കുന്നതാ. അതുപോലെ നടക്കും. മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോഴും മനസ്സിനുള്ളിൽ അതെത്ര വലിയ തെറ്റാണെന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടൊരു പെണ്ണിന്റെ ഭാവിയെ അതെങ്ങനെ ബാധിക്കുമെന്ന് എനിക്കറിയാം. അതിന് പരിഹാരമായിട്ടാണ് ഈ കല്യാണത്തിന് ഞാൻ തീരുമാനിച്ചത്. പാർവതിക്ക് എതിർപ്പില്ലെങ്കിൽ ഈ സാരി സ്വീകരിക്കേ. ഇത് എന്റെ ഭാര്യയുടെ കല്യാണ സാരിയാ. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയതല്ലേ? വാങ്ങൂ, നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം. വാങ്ങൂ. സാക്ഷികൾ ആരൊക്കെയാ ശിവന്റെ ഭാഗത്ത് നിന്ന്? ഞാനാണ് സാർ. ആ, നിങ്ങളെ പേര് പറ. കൃഷ്ണൻകുട്ടി. പാർവതിയുടെ ആൾക്കാർ? ശശാങ്കൻ സാർ. മാലതി. ശിവനും പാർവതി ഒപ്പിടും. നിർത്ത്. നമ്പീശ, കല്യാണം നടത്താൻ പറ്റേ, പുറത്തു വാ. എന്താ പ്രശ്നം? അത് സാറേ, ഈ കല്യാണം നടക്കില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ഈ നാട്ടുകാരാ, ചില പ്രശ്നങ്ങളുണ്ട്. പുറത്തിറങ്ങി വേടാ ശിവ. മര്യാദക്ക് പുറത്തിറങ്ങി വരുന്ന നല്ലത്. കടം വാങ്ങിച്ച് കൂട്ടിട്ട് അകത്ത് കല്യാണം നടത്തുന്നോ? പുറത്തിറങ്ങി വേടാ. ഇറങ്ങി വാടാ വെളിയില്. വാ നമ്പീശ, വന്ന് പണം കൊടുക്കേണ്ട മുഖം ഒന്ന് കണ്ടിട്ട് പോ. പുതുമണവാളം വന്നു, എല്ലാരും ശരിക്കൊന്ന് കാണ്. ആദ്യം കല്യാണം ഒന്ന് നടക്കട്ടെ, പിന്നെ കടത്തെ പറ്റിയൊക്കെ സംസാരിച്ചാ പോരെ? അയ്യോ, നിന്റെ കൂട്ടുകാരൻ തമാശ പറയുന്നത് കേട്ടില്ലേ? തിരിച്ചു തരില്ലെന്ന് പറഞ്ഞിട്ടാണോ നീ എന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചത്? കുറച്ചുകൂടെ ക്ഷമിച്ചൂടെ? ഇനിയും ക്ഷമിച്ചാ ഞങ്ങൾ പള്ളിയിൽ പോയി മുട്ടയടിക്കേണ്ടി വരും. ആദ്യം കടം കൊടുത്ത് തീർത്തിട്ട് അന്തസ്സായിട്ട് കല്യാണം നടത്ത്. ഇപ്പോഴേ വാങ്ങിയ കടം നിനക്ക് തീർക്കാനാവുന്നില്ല. ഇനി കല്യാണം കൂടെ കഴിഞ്ഞാ ആ പേരും പറഞ്ഞ് ഇനി കടം വാങ്ങിക്കാലോ അല്ലേ? അങ്ങനെ വന്നാലേ അടുത്ത നാട്ടിൽ പോയി കടം വാങ്ങുന്നവനവൻ. ബേഷ് ബേഷ്, അങ്ങനെ പറയേ. നാണം കെട്ടവൻ. അതാ പുതുമണവാട്ടി വരുന്നു. നിങ്ങളുടെ കടം വീട്ടിയിട്ടേ ഇനി കല്യാണമുള്ളൂ. പാർവതി, നിങ്ങൾ ബഹളം വെച്ച് ഞങ്ങളെ വേണ്ട. വിശ്വസിക്കേ, നിങ്ങൾക്ക് തരാനുള്ള പണം എത്രയും പെട്ടെന്ന് തരാം.
ഇതാ എന്റെ വീട്. അവിടെ നിൽക്കേ. റോഡിലും മറ്റും കാണുന്നവരൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സ്വഭാവം നിനക്ക് എവിടുന്നാ കിട്ടിയേ? നീ അകത്തു പോ. അവളുടെ കഴുത്തിൽ ഒരു താലി ഇല്ലാത്താണോ പ്രശ്നം? എങ്കിൽ അവളെ താലി കെട്ടി ഞാൻ കൂടെ താമസിപ്പിക്കും. വീടിനകത്തേക്ക് പോകാന്നാ പറഞ്ഞത്. ചേച്ചി അകത്ത് പോവാൻ വരൂ. പിന്നെ നിങ്ങൾ ആരാണ്, ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവരെ ഏൽപ്പിക്കുന്നത് വരെ ഇവിടെ പുറകിലുള്ള ഞാലിക്കകത്ത് താമസിക്കാം. വരൂ ചേച്ചി. മോളുടെ ഈ സന്തോഷം നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. നിനക്ക് ചിലപ്പോൾ ഒരു ഭാര്യ ആവശ്യമില്ലായിരിക്കാം, പക്ഷേ ശ്രീകുട്ടിക്ക് ഒരു അമ്മയെ വേണം. അവളുടെ കഴുത്തിൽ ഒരു താലി ഇല്ലാത്തോണ്ടാണോ നിങ്ങൾ ഇത്തരം കഥകളൊക്കെ ഉണ്ടാക്കുന്നത്? അതാണ് കുറവെങ്കിൽ ഒരു താലി കെട്ടി അവളെ എന്റെ ഭാര്യയാക്കി ഞാൻ സ്വീകരിക്കും. പാർവതിക്ക് എതിർപ്പില്ലെങ്കിൽ ശിവ, നിന്നെയും പാർവതിയും ചേർത്ത് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നത്? വളരെ മോശമായിട്ട്, വളരെ വൃത്തികെട്ട രീതിയിൽ. നാട്ടുകാരുടെ വായടയ്ക്കാൻ പറ്റുമോ മുതലാളി? അന്നെന്താ നീ പറഞ്ഞത്? എന്നെ ആർക്കും മനസ്സിലാക്കാനാവുന്നില്ല. തെരുവിൽ ഒറ്റപ്പെട്ട നായ്ക്കുട്ടിയെ എടുത്ത് വളർത്തുന്ന പോലെയാണ് അവളെ നോക്കുന്നതെന്ന്. എന്നിട്ടിപ്പോ നാട്ടുകാരെ മറന്ന് ആ നായ്ക്കുട്ടിയെ നീ കല്യാണം കഴിക്കാൻ പോകുന്നു. കൊള്ളാം. പെണ്ണിനോട് മോഹം വന്നാൽ നിറം കെടും, തരം താഴുകയും ചെയ്യും. ഇത് രണ്ടും നിനക്ക് സംഭവിച്ചു കഴിഞ്ഞു. സത്യം എന്താണെന്നറിയാതെ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് മഹാപാപാണ് മുതലാളി. സത്യം എന്തായാലും ഞങ്ങൾക്ക് എന്താടോ? എനിക്ക് തരാനുള്ള പണം എപ്പോ തന്നു തീർക്കും? എന്റെ ശമ്പളത്തിന് കുറേശ്ശായി പിടിച്ചോളൂ. ശമ്പളോ? ഏത് ശമ്പളോ? അതിനി നിനക്കുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇനി മുതൽ നിനക്ക് ഈ സ്ഥാപനത്തിൽ പണിയില്ലാന്ന്. ഇത് തുണി ഉണ്ടാക്കുന്ന സ്ഥലമാ. മനുഷ്യരുടെ നാണം മറയ്ക്കുന്ന സാധനം ഉണ്ടാക്കുന്ന ഇടം. അത് മാനം വിൽക്കുന്നവരുണ്ടാക്കാൻ പാടില്ല. പാവാണ്. നിക്ക്. പണിയില്ല എന്ന് പറഞ്ഞ ഉടനെ പോവാ. എന്റെ കാശപ്പ തരും. എന്റെ ജീവൻ വിറ്റെങ്കിലും ഞാൻ നിങ്ങളുടെ പണം തരും. തന്റെ ജീവൻ ആർക്ക് വേണടോ? 2 മാസം സമയം തരും. അതിനിടക്ക് മുതലും പലിശ എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ വാങ്ങാൻ അറിയാം. എടാ കണ്ടോ, പുതുമണവാളൻ നല്ല സുഖിച്ച് കിടക്കണത് കണ്ടില്ലേ? അതെ അതെ, നല്ല സ്റ്റൈലായിട്ടല്ലേ അവൻ കിടന്ന് ഉറങ്ങുന്നത്. പക്ഷെ വരുമാനം നിന്ന് പോയിന്നാ തോന്നുന്നത്. അതല്ലേ ഭഗവാന്റെ അനന്തശയനം പോലെ ഇങ്ങനെ കിടക്കുന്നത്. എന്തായാലും എന്താ, അനുഭവിക്കാനും വേണം ഒരു യോഗം. വരുമാനമില്ലെങ്കിൽ എന്താ, ചെലവ് നടത്താൻ ആളുണ്ടല്ലോ. കണ്ടിട്ട് ചെലവ് നടത്താനും മിടുക്കി. ആ ഭഗവാനേ, ഭക്തവത്സല, ഞങ്ങളോടും കരുണ കാട്ടണേ. ആ നമ്പീശനെ ശുക്രദശയാണെന്നാ തോന്നുന്നത്. ചെല്ല് മോനെ. എടാ ശിവ, നീ ഇന്ന് ജോലിക്ക് പോയില്ലേ? മോക്ക് അത്ര ശരിയല്ലല്ലോ. എന്തു പറ്റി? ആ പരട്ട മുതലാളി നിന്നെ വല്ലതും വഴക്ക് പറഞ്ഞു? നോക്ക് ശിവ, ഇപ്പൊ എനിക്ക് പണിയായി. എന്റെ ശമ്പളവും നിന്റെ ശമ്പളവും ചേർത്ത് അയാളുടെ കടം എത്രയും വേഗം നമുക്ക് അടച്ചു തീർക്കാം. പറ്റില്ല. എന്താ? എന്റെ ജോലി പോയി. ഈശ്വര,
ഇതുവരെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത നിനക്കെന്താടാ ഇങ്ങനെ? ഈ ജോലി പോയെന്ന് കരുതി വേറെ ജോലി കിട്ടാതിരിക്കില്ല. നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ലടാ. നിന്റെ ആ ഊപ്പ മുതലാളുടെ മാറിന് കുത്തിപ്പിടിച്ച് എന്താന്ന് ചോദിക്കടാ. കൃഷ്ണ, ദൈവം ഒരു വഴി അടച്ചാ വേറൊരു വഴി തുറന്നു തരും. നല്ലവർക്ക് കാലമില്ല ശിവ. ആ ശരി, നീ കേറ്, ഞാൻ തന്നെ വീട്ടിൽ വിടാം. വേണ്ട, നീ ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുകയല്ലേ, വേഗം വീട്ടിലേക്കല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. നീ കേറ്. നീ പോ. ദേ, ഞാനാ വിളിക്കുന്നത്. വാ പോവാം. ആകെ ഉണ്ടായിരുന്ന ജീവിതമാർഗമായിരുന്നു. കടം കൊണ്ട് പൊറുതി മുട്ടിയാലും പട്ടിണി കിടക്കേണ്ടി വരില്ലായിരുന്നു. ആ വഴി അടഞ്ഞു. നീ, പാർവതി, ശ്രീകുട്ടി 3 പേര് കഴിയണം. ഒരു കുരുക്കഴിക്കുമ്പോ 9 എണ്ണം കുരുങ്ങുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിയാം, പട്ടിണി കിടക്കാം. പക്ഷേ ശ്രീകുട്ടി അമ്മയില്ലാത്ത പാവം കുട്ടിയവള്. ദൈവത്തിന് പോലും നമ്മളെയൊന്നും വേണ്ടാന്നാ തോന്നുന്നത്. നല്ലവർക്ക് കാലമില്ല ശിവ. പലിശക്കാരനും കരിഞ്ചന്തക്കാരനും ഒക്കെയാ നല്ല കാലം. അവരൊക്കെ തട്ടിക്കളിക്കുന്ന വെറും കടലാസ പന്തുകളാ നമ്മളൊക്കെ. അച്ഛാ, ഇത് പഴയതായതുകൊണ്ട് ബുക്കിലെ പാഠങ്ങളൊക്കെ കീറിപ്പോയിന്ന് പറഞ്ഞ് ടീച്ചർ വഴക്ക് പറഞ്ഞു. മോള് പോയി കിടക്ക്. എനിക്ക് പുതിയ ബുക്ക് വേണം അച്ഛാ. പോയി കിടക്കാനല്ലേ പറഞ്ഞ്? എടാ, ജോലി പോയതിന് മോളോട് എന്തിനാ ചൂടാവുന്നത്? പിന്നെ ആർക്കും എന്റെ അവസ്ഥ മനസ്സിലാവാത്തെന്താ? തുമ്പിക്കുട്ടി, മോള് വിഷമിക്കാതെ. ഈ കൃഷ്ണൻകുട്ടി മോക്ക് പുതിയ ബുക്കും ഉടുപ്പും ഒക്കെ വാങ്ങിച്ചു തരാം. ബാഗും വേണം. ബാഗും വാങ്ങിച്ചു തരാം. ഇപ്പൊ മോളൊരു കാര്യം ചെയ്യേ, പോയി ഉറങ്ങ. നോക്കടാ, 8ഉം പൊട്ടും തിരിയാത്ത പൊന്നും കൊട അവള്. അവളുടെ സന്തോഷമല്ലടാ നമുക്ക് വേണ്ടത്. ഒക്കെ അറിയാടാ. എന്റെ മോളുടെ പാദസരം അങ്ങനെയൊന്നും ഒരാവശ്യം മോൾ എന്നോട് പറയാറില്ല. മോളുടെ നിസ്സാര കാര്യങ്ങൾ പോലും നടത്താൻ. നീ ധൈര്യമായിരിക്കടാ, ഒക്കെ ശരിയാവും. ഇതിനെല്ലാം കാരണക്കാരി ഞാനാണ്. ഞാൻ ഈ നാട്ടിൽ എത്തിപ്പെടാൻ പാടില്ലായിരുന്നു. എന്റെ ഗതികേട് നിങ്ങളെയും ബാധിച്ചു. ഞാൻ പോവാം. നിങ്ങളുടെ സന്തോഷത്തിന് അതാ നല്ലത്. നിങ്ങൾ എവിടെ പോവാന്നായി പറയുന്നത്? നിങ്ങൾ ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും മറ്റുള്ളവർ പറഞ്ഞ ഒന്നും തിരുത്തപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു നേട്ടവും ശിവനില്ല. അതല്ല, ഞാൻ ഇവിടുന്ന് പോയാ നിങ്ങൾക്ക് ജോലി കിട്ടും. ഞാൻ കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ ഞാൻ തന്നെ തീർക്കണം. അപ്പൊ ശ്രീകുട്ടി അവളോട് എന്തു പറയും? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ആരും എങ്ങും പോകുന്നില്ല. എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാമെന്നാണ് നീ ആലോചിക്കേണ്ടത്. എന്നാലും എന്റെ യാതനകളും ദുരന്തങ്ങളും ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. ഈശ്വരൻ വിധിക്കുന്നത് അനുഭവിക്കാൻ ഞാൻ ഒരുക്കുവാണ്. മറ്റാരുടെയും ദയവും ത്യാഗവും എന്നെ രക്ഷിക്കില്ല. നിങ്ങൾ കൂടുതൽ ആലോചിച്ച് വിഷമിക്കണ്ട. ഇതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. പ്രശ്നമില്ല, പ്രശ്നമില്ല. ഈ നാട്ടിലെ ജനങ്ങളോട് സംസാരിക്കാൻ നിന്നാ നല്ലവർ പോലും ചീത്തയായി പോവും. എങ്ങോട്ടെങ്കിലും ദൂരെ നാട്ടിലേക്ക് പോണതാ നല്ലത്. നല്ലവണ്ണം ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നത്? ആലോചിച്ചിട്ട് തന്നെയാണ് പറയുന്നത്.
കൃഷ്ണപുരം മാത്രമല്ല ലോകം, ഇതിനപ്പുറത്തും വലിയൊരു ലോകമുണ്ട്. എവിടെ പോയാലും ജീവിക്കാം. ഒഴുകുന്നതാണ് പുഴ. അതൊരിടത്ത് നിന്നാൽ പുഴയാകണമെങ്കിൽ ഒഴുക്ക് വേണം. മനുഷ്യൻ പുഴ പോലെ ഓടിക്കൊണ്ടിരിക്കണം. അല്ലാതെ ഒരിടത്ത് തന്നെ നിന്നാ ജീവിതം മുരടിച്ചു പോവും. ഇതൊക്കെ പറയുമ്പോ കേൾക്കാൻ സുഖണ്ട്. അങ്ങനെയൊക്കെ നാട് വിട്ടു പോയി ജീവിക്കാനാവോ? ആവുമെന്ന് വിചാരിച്ചാൽ ആവും, ആവില്ലെന്ന് വിചാരിച്ചാ ഒന്നും ആവില്ല. എങ്ങട് പോവും? പട്ടണത്തിലേക്ക് പോണം. അങ്ങനെ പോയാൽ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ നാട് വിട്ടു പോയതാണെന്ന് ലോകം പറയും. പട്ടണത്തിൽ പോയി ജോലി ചെയ്ത് സമ്പാദിച്ച് 5-6 മാസത്തിനകം കടം തീർക്കാം. അതിനുള്ളതേ ഉള്ളൂ. ശിവ, ഈ നാട്ടിലിരുന്ന ലോകം മിണ്ടാതിരിക്കോ? പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി, പോവാം. എപ്പോ പോവാ? തീരുമാനിക്കണോടാ. അതെ, ഇവിടെ മുത്തും വൈരവും റോഡിൽ വിളഞ്ഞു കിടക്കല്ലേ പെറുക്കിക്കൊണ്ട് പോവാൻ. നീ റെഡി ആയിട്ട് വാ, ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് വരാം. അല്ല, നീ എവിടേക്കാ? എന്തേ അപ്പൊ ഞാൻ വരണ്ടേ? ഇപ്പോഴാ നിനക്കൊരു ജോലി കിട്ടിയത്, അതും അച്ഛൻ്റെ ഒഴിവില്. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോവാനാ തലയിലെഴുത്ത്. നീ ഈ നാട്ടിലുണ്ടെങ്കിൽ നിന്നെ കാണാനായിട്ട് എപ്പോഴെങ്കിലും എനിക്കിവിടെ വന്നിട്ട് പോവാം. നീ ഇവിടെ കഴിഞ്ഞാൽ മതി. വരും. എളേമേ, ഉം? നമ്മളൊക്കെ എങ്ങോട്ടാ പോണേ? അങ്ങ് ദൂരെ പട്ടണത്തിലേക്ക്. പട്ടണത്തിലേക്കോ? എളേമേ, ഞാൻ പോയി കൂട്ടുകാരുടെ ഒക്കെ പറഞ്ഞിട്ട് വരട്ടെ. ഉം. എളേമേ, ഉം? ഈ പൊട്ട് നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. എളേമേ, ഉം. ഈ ഉടുപ്പ് നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട് മോളെ. എളേമേ, ഈ എല്ലാം നന്നായിട്ടുണ്ട്. നീ രാജകുമാരിയെ പോലെ സുന്ദരിയാ. ചെല്ല്, എന്നിട്ട് വേഗം വാ. ഈ സാരി ഉടുത്ത അമ്മയെ പോലെ എനിക്ക് തോന്നും. ഈ സാരി ഉടുത്ത ചേച്ചി അമ്മയെ പോലെ ആവും. ഇത് വാങ്ങ് ചേച്ചി, ചേച്ചി ഇത് വാങ്ങ്.